ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. പഴത്തിൻ്റെ തൊലിക്ക് കറുപ്പ് കളർ കയറിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ മടിയാണല്ലോ. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും പഴം നുറുക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ശർക്കര ഈ രീതിയിൽ ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പാനിയാക്കിയിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. അതിനായിട്ട് 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിലൊന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം പഴം വെന്ത് കിട്ടുന്നതിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ മറുവശം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പഴത്തിൻ്റെ 2 വശവും നല്ല രീതിയിൽ കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടൈമിൽ 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ പഴം ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും. നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയും ടേസ്റ്റുമായിട്ടുള്ള നമ്മുടെ പഴം വെച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.